ഞാൻ അൻവർ സാദത്ത്, കാലിക്കറ്റ് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിന്റെ ഡയറക്ടറാണ്. ഒട്ടനവധി റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ പദ്ധതികളുടെ വിജയകരമായ പൂർത്തീകരണത്തിന് ശേഷം കോഴിക്കോട് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ടയാട് ബൈപ്പാസിൽ അതിവിശാലമായ 12 ഏക്കർ സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ മിക്സഡ് യൂസ് കമേഴ്ഷ്യൽ ടൗൺഷിപ്പായ ലാൻഡ്മാർക്ക് ട്രേഡ് സെന്റർ. ഇന്റർനാഷണൽ ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്റർ, ഷോപ്പിംഗ് സെന്റർ, ബിസിനസ് സെന്റർ, ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾ, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്, ക്ലബ് ഹൌസ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പ്രോജക്റ്റ്. 1000 പേരെ ഉൾക്കൊള്ളുന്ന മൾട്ടിപർപ്പസ് ഹാൾ, 400 പേർക്കുള്ള ഡൈനിങ് ഹാൾ, മിനി കോൺഫറൻസ് ഹാളുകൾ, ലോബി, പ്രസന്റേഷൻ ഹാളുകൾ, ജിംനേഷ്യം, റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയവയാണ് ഇന്റർനാഷണൽ ഹോട്ടൽ കൺവെൻഷൻ സെന്ററിന്റെ പ്രത്യേകത. അതിഥികൾക്കായി ഇവിടെ 70-ലധികം റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ അപ്പാർട്ട്മെന്റായ ലിയോൺ സെന്ററാണ് ഈ ഒരു പ്രൊജക്ടിന്റെ മറ്റൊരു പ്രത്യേകത. 210 റൂമുകൾ, അത്ര തന്നെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ, ഒട്ടനവധി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫെസിലിറ്റീസ് തുടങ്ങിയവയാണ് ലിയോൺ സെന്ററിന്റെ പ്രത്യേകത. 250-ലധികം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഓഫീസ് സ്പേസ്, കോഫി ഷോപ്പ്, ബാങ്കിംഗ് ഫെസിലിറ്റീസ് തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുള്ളതാണ് ബിസിനസ് സെന്റർ. നിങ്ങളുടെ ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പ്രോജക്റ്റിലെ മിലേനിയം സെന്റർ ആൻഡ് മാഗ്നം സെന്റർ പ്രോജക്ട്. കാലിക്കറ്റ് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിന്റെ പുതിയ പ്രൊജക്റ്റാണ് ലാൻഡ്മാർക്ക് ട്രേഡ് സെന്റർ. പന്തിരങ്കാവിൽ ബൈപ്പാസ് ഫ്രണ്ടേജോട് കൂടിയിട്ട് 12 ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റാണ് ട്രേഡ് സെന്റർ. ഒരു മിക്സഡ് ടൗൺഷിപ്പ് പ്രൊജക്റ്റാണ് ട്രേഡ് സെന്റർ. ഈ പ്രൊജക്റ്റിൽ റെസിഡൻഷ്യൽ സോൺ ഉണ്ട്, അതുപോലെ തന്നെ കൺവെൻഷൻ സെന്റർ ഉണ്ട്, ഓഫീസ് സ്പേസ് ആയിട്ട് ബിസിനസ് സെന്റർ ഉണ്ട്, ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സ് ടവർ ഉണ്ട്, ഒരു ഷോപ്പിംഗ് മാൾ എന്നിവയെല്ലാം ട്രേഡ് സെന്ററിന്റെ മാത്രം പ്രത്യേകതകളാണ്. എല്ലാ സൗകര്യങ്ങളും കൊമേഴ്ഷ്യൽ പർപ്പസും റെസിഡൻഷ്യൽ പർപ്പസും അമ്യൂണിറ്റീസ്, ക്ലബ് ഹൗസ്, ഹോട്ടൽ, കൺവെൻഷൻ സെന്റർ എല്ലാം മിക്സ് ചെയ്ത് വരുന്ന പ്രൊജക്റ്റാണ് ട്രേഡ് സെന്റർ. അതിൽ കൺവെൻഷൻ സെന്ററിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ 2019 തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നതുമാണ് കൺവെൻഷൻ സെന്റർ. റെസിഡൻഷ്യൽ ടവേഴ്സിന്റെയും വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 റെസിഡൻഷ്യൽ ടവേഴ്സിലായിട്ട് നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസും ലാൻഡ്മാർക്ക് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ സെപ്പറേറ്റ് ക്ലബ് ഹൗസും ലാൻഡ്മാർക്ക് ട്രേഡ് സെന്ററിൽ ഉള്ളതാണ്. ബിസിനസ് സെന്റർ, ഓഫീസിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓഫീസ് സ്പേസ് ആയിട്ടുള്ള ഒരു ബിസിനസ് സെന്ററിന്റെ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ടവർ, മന്ത്ലി റെന്റൽ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സിന്റെ ഒപ്പം തന്നെ ഒരു ഹോട്ടൽ പ്രൊജക്റ്റും കൺവെൻഷൻ സെന്ററും ട്രേഡ് സെന്ററിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈപ്പാസ് ഫ്രണ്ടേജോട് കൂടിയിട്ടും അതുപോലെ തന്നെ അകത്ത് വൈഡ് റോഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ട്രേഡ് സെന്റർ പ്രൊജക്ട്. എയർപോർട്ടിന് അടുത്തേക്കും അതുപോലെ തന്നെ സിറ്റിയിലേക്കും ഈസി ആക്സസ് ആയിട്ടും പുതിയ 6 ലൈൻ ബൈപ്പാസിന്റെ ഫ്രണ്ടേജോട് കൂടിയിട്ടുമാണ് ട്രേഡ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ട്രേഡ് സെന്റർ വളരെ വളരെ കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് ആണ്. അതിൽ തന്നെ നമ്മൾ ഒരുപാട് ഫോക്കസ് കൊടുത്തിരിക്കുന്നത് പബ്ലിക് സ്പേസസും പ്രൈവറ്റ് സ്പേസസും സെമി പ്രൈവറ്റ് ഏരിയാസും തമ്മിൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ മാസ്റ്റർ ലേഔട്ടിങ്ങിൽ തന്നെ വേർതിരിച്ച് വളരെ വൈഡായിട്ടുള്ള ഒരു 20 മീറ്റർ വൈഡായിട്ടുള്ള ഇന്റേണൽ റോഡിൽ കൂടെ പോയി ആദ്യത്തെ പബ്ലിക് ഏരിയാസിനെ സെഗ്രിഗേറ്റ് ചെയ്ത് അവിടെ പബ്ലിക് ഫങ്ഷൻസ് ആയിട്ടുള്ള ഒരു ടൗൺ സെന്റർ പോലെയുള്ള ഒരു കമേഴ്ഷ്യൽ ടൗൺ സെന്ററും. അപ്പോൾ ഈ ട്രേഡ് സെന്ററിന്റെ കമേഴ്ഷ്യൽ സെഗ്മെന്റിൽ നമ്മൾ ഒരു ടൗൺ സെന്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്റർ എന്ന് പറയുന്നത് ഇന്ന് കാലിക്കറ്റിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു എലമെന്റാണ്. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മിക്സഡ് യൂസ് ടൗൺഷിപ്പിൽ നമ്മളൊരു 1000 പാക്സിന്റെ കൺവെൻഷൻ സെന്ററും അതേപോലെ തന്നെ ഒരു 72 പീസിന്റെ ഒരു ഹൈ ക്ലാസ് ബിസിനസ് ക്ലാസ് ഹോട്ടലും നമ്മൾ അതിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. NH തന്നെ ആക്സസ് ആയിട്ട് ഒരു 20 മീറ്റർ ഇന്റേണൽ റോഡാണ് നമുക്ക് വരുന്നത്. വിത്ത് ബോത്ത് സൈഡ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് അത് തന്നെ ഒരു അർബൻ ഗ്രീൻ ആയിട്ട് നമുക്ക് ആ ഒരു വാക്കബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടൗൺഷിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.